നമസ്കാരം. എൻ്റെ പേര് ആൻ്റണി എന്നാണ്. ഞാൻ ഒരു വയനാട് സ്വദേശിയാണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യം ഞാൻ ആദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതൊക്കെ യൂട്യൂബ് മുഖേനയാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഷോർട്സ് കാണാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത് 1-2-1-2 എന്നൊരു മെത്തേഡാണ്. അതായത് ഈ 1-2-1-2 എന്നിട്ട് നമ്മുടെ ഇടത് കയ്യിൽ എഴുതിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ച് അത് പിന്നെ യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക് ഞാൻ ഫസ്റ്റ് യൂട്യൂബിൽ കാണുന്നത് ആ ഒരു ഷോർട്സ് വീഡിയോ ആണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇതിനെപ്പറ്റി അറിയാൻ കൂടുതൽ താല്പര്യമുണ്ടായി. അങ്ങനെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ കണ്ടു. അതിനിടയ്ക്കാണ് മിഥുൻ സാറിൻ്റെ വീഡിയോ കാണാനിടയായത്. മറ്റുള്ള വീഡിയോസ് അതുപോലെ മറ്റുള്ള ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് മിഥുൻ സാർ വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം സാറിൻ്റെ സംസാര രീതിയായി പോലും ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യം പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അത് നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു രീതികളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ എനിക്കത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തു. സാറിനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു. അതായത് ഈ നൂറ് കുട്ടി പട്ടെന്നൊക്കെ പണ്ടുള്ളവർ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്താ പറയുക, ഒരു സ്ഥിരതയില്ല, മനസ്സിനൊരു ഇങ്ങനെ ഒരു ആടിയുറച്ചിലായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് പൈസ കിട്ടാനുണ്ട്, ഞാൻ കുറച്ച് ആൾക്കാർക്ക് പണ്ട് അങ്ങോട്ട് കൊടുക്കാനുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാനസികമായിട്ടും കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഫാമിലി പ്രോബ്ലംസ്, കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ യൂട്യൂബ് വീഡിയോയിൽ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ സാറിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ജോയിൻ ചെയ്തു. സാർ ഞാൻ ഡയറക്റ്റ് മെസ്സേജ് അയച്ചു, സാർ ഇന്നതാണ് എൻ്റെ പ്രശ്നം, പിന്നെ 10 ദിവസത്തെ ബേസിക് കോഴ്സ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ. അപ്പോൾ എൻ്റെ കുറച്ചധികം പ്രശ്നങ്ങൾ ഞാൻ സാറൊരു വോയിസ് ആയിട്ട് ഞാൻ അയച്ചു. അപ്പോൾ സാറ് വോയിസ് ഒക്കെ ഇട്ടിട്ട് സാർ പെട്ടെന്ന് തന്നെ എനിക്ക് റെസ്പോണ്ട് ചെയ്തു. നമ്മുടെ പേരൊക്കെ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരാൾ നമ്മുടെ പേര് വിളിച്ച് കൂടെ സംസാരിക്കാൻ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും അവരുടെ അടുത്ത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആൻ്റണി നീ ടെൻഷൻ ആവണ്ട, പിന്നെ നീ എന്തായാലും ഇപ്പോൾ നിലവിൽ നിന്നെ അസ്വസ്ഥാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നീ മറക്കാൻ ശ്രമിക്കണം. ബാക്കി 10 ദിവസം ബേസിക് കോഴ്സ് കൊണ്ട് നിനക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്നും നോക്കില്ല. പിന്നെ ഞാൻ ആ കോഴ്സിന് ജോയിൻ ചെയ്തു. ഇന്നലെ കൊണ്ട് 10 ദിവസം കംപ്ലീറ്റ് ആക്കി. മൈൻഡ് ഇപ്പോൾ നല്ല അടിപൊളിയാണ്. ആ കുട്ടി പോയ പട്ടത്തിനൊക്കെ ഞാൻ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. മനസ്സ് ഭയങ്കര ശാന്തമാണ്, ഭയങ്കര ഹാപ്പിയാണ്. അതായത് പണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മറന്നു. ഇപ്പോൾ എനിക്ക് കിട്ടാനുള്ളവരോട്, അതായത് എനിക്ക് പണം തരാനുള്ളവരൊക്കെ ഞാൻ ക്ഷമിച്ചു. അവർ എന്താ പറയുക, തിരുമ്പ തരട്ടെ എന്നൊരു ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ മാറി. അതുപോലെ കൊടുക്കാനുള്ള ആളുകളടുത്ത് ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. അവരെനിക്ക് കുറച്ച് ടൈം തന്നു. അതുപോലെ പിന്നെ ഈ ഓവർ തിങ്കിങ് ആണ് പ്രശ്നം. അപ്പോൾ അതൊക്കെ എല്ലാം മാറി. അപ്പോൾ ഈ ഒരു വോയിസ് കേൾക്കുന്ന എത്ര പേര് കേൾക്കുമെന്ന് എനിക്കറിയില്ല. കേൾക്കുന്നതോടെ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് തീരുമാനമായിരിക്കും. ഓക്കെ, കാരണം ഇത് ഒരു മതപണ്ഡിതനോ ഒരു സ്കൂളിലെ കോളേജിലോ മാഷോ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടെ ആശംസിക്കുകയാണ്. താങ്ക് യു സാർ.